വിപണിയിലെത്തി മിൽമ ബോട്ടിൽ മിൽക്ക്. ബോട്ടിൽ മിൽക്കിന്റെ പ്രകാശനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. ആദ്യഘട്ടമായി തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് വിതരണം നടത്തുന്നതെന്നും പിന്നീട് പത്തനംതിട്ട, കൊല്ലം യൂണിറ്റുകളിലും വിതരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ വിപണനം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതുതായി മിൽമ ബോട്ടിൽ വിപണിയിലിറക്കിയത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആദ്യഘട്ട വിതരണം. പിന്നീട് പത്തനംതിട്ട, കൊല്ലം യൂണിറ്റുകളിലും വിതരണം നടത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. തുടർന്ന് വരുന്ന നാളുകളിൽ നമ്മുടെ കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല ഈ 3 ജില്ലകളിൽ കൂടി നടപ്പിലാക്കിയാൽ സമ്പൂർണ്ണമായും നമുക്ക് ബോട്ടിൽ രംഗത്ത് നമുക്ക് ഈ മിൽമയെ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് 3 ദിവസം വരെ ഈ പാൽ ഉപയോഗിക്കാമെന്നുള്ളൊരു പ്രത്യേകത, അത് കൗവിൻ്റെ മിൽക്ക് മാത്രമായിരിക്കുമെന്നുള്ളൊരു പ്രത്യേകത, മിനിമം 70 രൂപ കൊടുക്കണമെന്നുള്ള പ്രത്യേകതയൊക്കെ ഉള്ളത് നമ്മുടെ മിൽമ പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ മറ്റ് യൂണിറ്റുകളും ഇത് ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരം മേഖലയിൽ ആദ്യം വിപണനം ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിൽ മറ്റ് യൂണിയനുകളും ഇത് ഏറ്റെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൗമിൽക്കിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. കൗമിൽക്കാണ് ഈ ബോട്ടിൽ. അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊരു നല്ല ഇനിഷ്യേറ്റീവാണ് മിൽമ നടപ്പിലാക്കുന്നത്. മിൽമ കേരളത്തിൽ നടപ്പിലാക്കുന്ന പല ഇനിഷ്യേറ്റീവും കേരളം കണികണ്ട് ഉണരുന്ന നന്മ എന്നുള്ളത് പരസ്യവാചകമല്ല. അത് ക്ഷീരകർഷകരുടെ ഒരു വിശ്വാസം ആർജിച്ച വലിയ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ വർഷം 39.5 കോടിയാണ് മിൽമയുടെ ലാഭം. മുൻകാലങ്ങളിൽ ആദ്യമായാണ് മിൽമയ്ക്ക് ഇത്രയും ലാഭം ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2024-25 വർഷത്തിൽ മികച്ച വിൽപ്പന കൈവരിച്ച ഡീലർമാർക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.